ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. കുറച്ച് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. വേറൊന്നല്ല, ഈ കാണുന്നതാണ് അതിന്റെ കാരണം. ചെറിയൊരു അപകടം പറ്റിയിട്ട് കഴുത്തിന് ചെറിയൊരു പ്രശ്നം പറ്റി കുറച്ച് നാളായിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ സിനിമ കാണാനോ വീഡിയോ ചെയ്യാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പം ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ബെൽറ്റൊക്കെ അഴിച്ചു. ചില സമയങ്ങളിൽ മാത്രമേ ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മലയാളി ഫ്രം ഇന്ത്യ, ഡയറക്ടഡ് ബൈ ഡിജോ ജോസ് ആന്റണി, റിട്ടൺ ബൈ ഷാരിസ് മുഹമ്മദ്, ആക്ടഡ് ബൈ ലീഡ് റോൾ നമ്മുടെ നിവിൻ പോളി ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ആസ് എ മലയാളി, ആസ് എൻ ഇന്ത്യൻ, ഐ ആം സോ പ്രൗഡ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ ഈ പടം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനമുണ്ട്. കാരണം ഡയറക്ടർ പറഞ്ഞ പോലെ ഇതൊരു മലയാളികളുടെ സിനിമ അല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. പക്ഷെ മലയാളിക്ക് മാത്രമാണോ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മലയാളിയെ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ, നമ്മുടെ ഈ ഭാരതത്തിന്റെ സ്നേഹം ലോകത്ത് മുന്നിൽ കാണിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളി ഫ്രം ഇന്ത്യ. അങ്ങനെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിരക്കഥ ഈ സിനിമയ്ക്കുണ്ട്. ഇതിന്റെ മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭംഗി. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ലൊക്കേഷൻസ് ഉണ്ട്. കേരളം ഉണ്ട്, അതുപോലെ പാകിസ്ഥാൻ ഉണ്ട്, പിന്നെ ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളുണ്ട്, ഗൾഫ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ലൊക്കേഷനിലേക്ക് ഈ സിനിമ സഞ്ചരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ദൃശ്യഭംഗി നല്ല രീതിക്ക് സുദീപ് എളമൺ എന്ന സിനിമാറ്റോഗ്രാഫർ ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ലൊരു കളറിങ്, നല്ലൊരു മിക്സിംഗ് കൂടി ആ ഒരു വിഷ്വൽ എഫക്ട് നമുക്ക് തിയേറ്ററിനകത്ത് കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയുണ്ട് ഓരോ സീൻ കാണുമ്പോഴും. ഡിജോ ജോസ് എന്ന സംവിധായകനിലേക്ക് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 സിനിമകൾ, ക്യൂൻ, ജനഗണമന, ഇത് രണ്ടും ഇന്ത്യയിൽ നടന്നിരിക്കുന്ന പല വിഷയങ്ങളെയും ചർച്ച ചെയ്യുന്ന സിനിമയാണ് അല്ലെ. നമുക്കറിയാം, ജനഗണമനയ്ക്ക് ഒരു വേൾഡ് വൈഡ് എന്താ പറയാ ഉണ്ടാക്കിയ ഒരു ഫയർ ഉണ്ട്. ഇപ്പോഴും അതിന്റെ എന്താ പറയാ ഒരു എഫക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ആ 2 സിനിമകളിൽ എങ്ങനെയാണ് അദ്ദേഹം ഓരോ വിഷയങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും നല്ല തൊട്ടാൽ കൊള്ളുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പക്ഷെ അതിനെ ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. സോ 3ാമത്തെ സിനിമയും തീർച്ചയായിട്ടും നല്ലൊരു സൂപ്പർ ഹിറ്റ് പടാവും എന്നുള്ള യാതൊരു സംശയവും. രാഷ്ട്രീയം, മതം, രാജ്യസ്നേഹം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമക്കകത്ത് വരുന്നുണ്ട്. അത് പല രീതിയിൽ അതിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ചില ആൾക്കാർക്കൊക്കെ ചില കാര്യങ്ങൾ എത്രത്തോളമാണ് എഫക്റ്റ് ആവുക അറിയില്ല. നമ്മൾ സാധാരണ പറയും പോലെ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയും പോലെ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. കാരണം ആളുടെ സിനിമ നമുക്കറിയാലോ, ചിലർക്കൊക്കെ കൊള്ളുന്ന രീതി തന്നെയാണ് ചെയ്തു വെക്കാറ്. സോ അത് ഇതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ കണ്ണൂർ മുത്തപ്പൻ തെയ്യം ഈ സിനിമക്കകത്തുണ്ട്. ഒരു സീനുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ കാണാൻ മനസ്സിലാവും. അതിന്റെ ഒരു ഫ്രെയിം തന്നെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. സോ ഓൾ ഓവർ സിനിമയ്ക്ക് നല്ലൊരു കഥയുണ്ട്. സോ ഡയറക്ഷൻ വൈസ് ആയാലും നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ടിംഗിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മാൻ നിവിൻ പോളി ഈസ് ബാക്ക്. ഈ സിനിമയുടെ പ്രൊമോയിൽ പറഞ്ഞ പോലെ നിവിൻസ് ബാക്ക്. അതെ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നിതിൻ മോളി എന്ന ക്യാരക്ടറിലൂടെ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് അതുക്കും മേലെയാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നിവിൻ പോളി ഉണ്ട് അല്ലെ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു നിവിൻ പോളി ഉണ്ടായിരുന്നു. തിരിച്ചു വരാൻ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു നിവിൻ പോളി ഉണ്ടായിരുന്നു. ആ നിവിൻ പോളിയുടെ ഒരു വലിയ മാറ്റം, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിവിൻ പോളിയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റിയ. ഡിജോ ജോസ് ആന്റണി എന്ന് പറഞ്ഞ സംവിധായകൻ നിവിൻ പോളിയെ നന്നായിട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ മാക്സിമം എഫേർട്ട് ഈ സിനിമക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ടിങ് ആണെന്ന് മനസ്സിലാവും. ഇമോഷൻസ് ആയാലും കോമഡി എലമെന്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ മൊത്തം നല്ല കോമഡിയോട് കൂടിയാണ് സിനിമ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത്. സെക്കൻഡ് ഹാഫ് പിന്നെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഇമോഷണലി പോകുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ ലാഗൊക്കെ ഉണ്ട്, പക്ഷെ അത് സിനിമയ്ക്ക് അത് എന്താ പറയാ മാച്ച് ആയിട്ട് പോകുന്നുണ്ട്. സോ ഈ സമയത്തൊക്കെ നിവിൻ പോളിയുടെ ഓരോ ആക്ടിങ് ആയാലും ഇമോഷൻസ് ആയാലും ഇനി കോമഡി ആയാലും ഫൈറ്റ് സീൻ ആയാലും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന പ്രേക്ഷകന് സംതൃപ്തി കൊടുക്കുന്നതിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നിവിൻ പോളി, വെൽക്കം ബാക്ക് ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി. നിവിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, നിവിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന മൽഘോഷ്, ധ്യാൻ ശ്രീനിവാസൻ ആളുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോംബോ നല്ല രസം ഉണ്ടായിരുന്നു. കോമഡി എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ മഞ്ജു പിള്ള, നമുക്കറിയാം ഹോം അതുപോലെ ഫാലിമിയിലൊക്കെ മഞ്ജു പിള്ളയുടെ അമ്മ ക്യാരക്ടർ നമ്മൾ കണ്ടാണ്. അതിനൊക്കെ ഒരു എക്സ്ട്രീം ലെവല് കുറച്ചും കൂടി ദേഷ്യമുള്ള, എന്താ പറയാ, തന്റെ വിഷമങ്ങളൊക്കെ സഹിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു അമ്മ എന്നൊരു എക്സ്ട്രീം വേർഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. ആൾ നന്നായിട്ട് തന്നെ ആളുടെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത്, ആളുടെ പേര് എനിക്കറിയില്ല, ഈ സിനിമയിൽ ഗൾഫിൽ പോകുന്ന സമയത്തുള്ള സീനിൽ വരുന്ന ഒരു സായിബ് എന്ന് നീയുമ്പോൾ വിളിക്കുന്ന ഒരു മരുഭൂമിയിലെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള ആളുടെ ക്യാരക്ടർ ആള് ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ. ആ ഒരു ക്യാരക്ടറിന് ആ കാസ്റ്റ് ചെയ്ത് ആരായാലും സൂപ്പർ ആയിട്ടുണ്ട്. ആ ഒരു കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു, എന്താ പറയാ, ഒരു പരിവേഷം നമുക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ. ആ ക്യാരക്ടറിന്റെ ഫീൽസ്, ഇമോഷൻസ് അദ്ദേഹം നല്ല രീതിക്ക് തന്നെ കഥാപാത്രത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ അതിൽ സുഡാനിയായിട്ട് വരുന്നൊരു വ്യക്തിയുണ്ട്, കുറച്ച് സീനിലേ ഉള്ളൂവെങ്കിലും ആള് നന്നായിട്ട് ആളുടെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ അനശ്വര രാജനുണ്ട്. അനശ്വരക്ക് കുറച്ച് സീനുകളേ ഉള്ളൂ, പക്ഷെ ആസ് യൂഷ്വൽ ആൾക്ക് കിട്ടിയ ക്യാരക്ടർ ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ BGM ജേക്സ് ബിജോയ്, ഏകദേശം ഒരു 6ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. 6 പാട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സീനിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. BGMs ആയാലും കറക്റ്റ് സ്യൂട്ടായിട്ട് എനിക്ക് തോന്നി. എവിടെയും ഒരു ഓവറായിട്ട് കയറി എനിക്ക് തോന്നിയില്ല. ഇമോഷൻസ് അനുസരിച്ചുള്ള പാട്ടായാലും ഹാപ്പിനെസ് ആയാലും ഇനി ഫൈറ്റ് എല്ലാത്തിനനുസരിച്ചുള്ള നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു വൈബ് സോങ്സ് തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. നമുക്കറിയാം ജേക്സ് ബിജോയുടെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ഉണ്ട്, നമുക്ക് ഭയങ്കര എൻഗേജിങ് ആക്കുന്നത്. ആ ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ആണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരുന്നത്. സോങ്സ് ആയാലും എല്ലാ സോങ്സും ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീൽ തരുന്ന, വൈബ് തരുന്ന സോങ്സ് തന്നെയായിരുന്നു സിനിമക്കകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ സോ ഓൾ ഓവർ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലായി പ്രവർത്തിച്ച എല്ലാ ടീമും നന്നായിട്ട് തന്നെ അവരുടെ മേഖല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അമിത പ്രതീക്ഷ വെക്കാണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തൊന്നും പോകാണ്ട് ഫ്രഷ് ആയിട്ടൊന്ന് പോവുക. അതുപോലെ നമ്മുടെ ഈ പ്രൊമോയും ടീസറൊക്കെ കണ്ട ആ ഒരു ഫീൽഡിൽ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് എന്താണ് സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാന്നുള്ള ആ ഒരു ഫീലോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് ചെറിയ ഒരു ലാഗും കാര്യങ്ങളൊക്കെ സിനിമക്കകത്തുണ്ട്, പക്ഷെ അത് സിനിമയ്ക്ക് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി, അതുപോലെ തന്നെ നല്ല ഒരുപാട് കാര്യങ്ങളായിട്ട് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നു. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഈ സിനിമക്കകത്തുണ്ട്. പക്ഷെ ഓൾ ഓവർ നിങ്ങളെ ഈ സിനിമ ഒരിക്കലും ഒരു ബോറടിപ്പിക്കില്ല. നിങ്ങൾക്ക് കണ്ടിറങ്ങുമ്പോൾ ആസ് എ മലയാളി, ആസ് എ ഇന്ത്യൻ, നിങ്ങൾക്ക് മനസ്സിൽ നല്ലൊരു കുളിർമ കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നീമ്പുകളുടെ കൂടി തിരിച്ചു വരവ്, അങ്ങനെ മൊത്തത്തിൽ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണുക. നമുക്കറിയാം ഡിജോ ജോസിന്റെ പടങ്ങളിൽ അദ്ദേഹം പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കാറുണ്ട് അല്ലെ. കഴിഞ്ഞ 2 സിനിമകളിലും ഒരുപാട് പുതുമുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ സിനിമക്കകത്തും ഒരുപാട് പുതുമുഖങ്ങൾ സിനിമാ മോഹവുമായിട്ട് ഈ ഒരു സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ പുതുമുഖങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ചെറിയതായിട്ടൊരു പുതുമുഖമുണ്ട്. ചില സീനുകളൊക്കെ നിങ്ങൾക്ക് എന്നെ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വീഡിയോ ഒക്കെ താഴെ എന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയാ, സിനിമയെ സ്വപ്നം കണ്ടു നടക്കുന്ന അല്ലെങ്കിൽ സിനിമ മോഹിയായ ഒരു വ്യക്തി എന്ന നിലയിൽ സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള വാതിൽ തുറന്ന ഒരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. തൃശ്ശൂരോടൊക്കെ ആയിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിനയിച്ച സിനിമ തിയേറ്ററിൽ വന്നതിൽ, അതിൽ ആ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റിയതിൽ. എന്നെ കൂടാതെ എന്റെ സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് പേര്, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ സിനിമക്കകത്ത് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയോട് കൂടി പോയിട്ട് ഈ സിനിമ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും